യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ ദൈവത്തെ കൂടാതെ എന്തെല്ലാം പണിഞ്ഞാലും അത് വൃഥാവാണ്. ദൈവമില്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം ശൂന്യമാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തെ കൂടാതെ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അവതരണത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ തന്നെ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ തന്നെ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വലിയ ഗോപുരം ഉണ്ടാക്കുക, ആമേൻ, ഒരു വലിയ ഗോപുരം നമുക്ക് പണിതുണ്ടാക്കാം എന്ന് പറഞ്ഞ മനുഷ്യൻ മുന്നോട്ട് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്കി, ദൈവം നോക്കിയിട്ട് പറഞ്ഞു, എന്നെ കൂടാതെ ഒരു വലിയ ഗോപുരം പണിയുകയോ, എന്റെ അനുവാദമില്ലാതെ ഒരു ഗോപുരം പണിയുകയോ. ദൈവം അതിനെ ഇടിച്ചു കളഞ്ഞു. ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞത്. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞ, ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യല്ലേ, ദൈവത്തെ കൂടാതെ നീ ഒന്നും ചെയ്യരുത്, ഒന്നിനും പോകരുത്. എന്ത് തുടങ്ങണമെങ്കിലും എന്താരംഭിക്കണമെങ്കിലും ദൈവാലോചനയില്ലാതെ ഒന്നിനും പോകരുത്. നമുക്കറിയാം യഹോശാഫാത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഞാൻ അവിടെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഒന്നിനും വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. യഹോശാഫാത്ത് എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ, സ്വന്തമായിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവമില്ലാത്ത കൂട്ടുകെട്ടുകൾക്കകത്ത് അവൻ കൈ കൊടുത്ത് യഹോശാഫാത്ത് എന്ത് ചെയ്തു? ആമേൻ, സ്തോത്രം, ഒരു വലിയ കപ്പലുണ്ടാക്കി. പക്ഷെങ്കിൽ കപ്പൽ അവന്റെ ജീവിതത്തിന്റെ, ആമേൻ, സ്തോത്രം, അവനത് അനുഭവിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് ഇവിടെ വാക്യം 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ, അല്ലെ, 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ച് മക്കളെ, ആ വാക്യം ഒന്ന് വായിച്ച്. 20-ാം അധ്യായം 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 20-ാം അധ്യായം 35-ാമത്തെ വാക്യം വേഗം വന്നേ. അതിനുശേഷം യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസ്യാവിനോട് സഖ്യത ചെയ്തു. അവൻ മഹാ ദുഷ്പ്രവർത്തിക്കാരനായിരുന്നു. എന്ന് കൈ കൊടുത്ത് പറഞ്ഞ്, ദുഷ്പ്രവർത്തിക്കാരോട് കൂട്ടുകൂടല്ലേ എന്ന് പറഞ്ഞ്, എന്നോട് പറയുന്നവരോട് കൂട്ടുകൂടല്ലേ, പോസ്റ്റ് പറയുന്നവരോട് കൂട്ടുകൂടല്ലേ, കള്ളുകൂടിയനോട് കൂട്ടുകൂടല്ലേ, ദുർനടപ്പുകാരനോട് ഒന്ന് കൈ കൊടുത്ത് പറയാം, മാമേ നല്ലത് അമ്മ പറയുന്ന അനുഗ്രഹമായി അനുഗ്രഹം വരാൻ പോവുക. ആവശ്യമില്ലാത്തവരുടെ മുന്നോ പോയി കൈ കൊടുക്കരുത്, ആവശ്യമില്ലാത്തവരോടൊന്നും കൂട്ടുകൂടാൻ പോകരുത്, വീടി വലിക്കുന്നവരോടൊന്ന് ഇരിക്കരുത്, പിന്നെ നിനക്ക് തോന്നുന്നു ഇച്ചിര പുകച്ചാൽ എന്താണ്, കള്ള് കുടിക്കുന്നവരോടൊന്ന് ഇരിക്കരുത്, കാരണം പിന്നെ നിനക്ക് തോന്നുന്നു ഇച്ചിര കുടിച്ചാൽ എന്താണ്, ബിയർ കുടിക്കുന്നവരോട് ഇരിക്കരുത്, പിന്നെ നിനക്ക് തോന്നുന്ന അല്പം ബിയർ കുടിച്ചാൽ എന്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞേ, ആവശ്യമില്ലാത്തവരോട് ഒന്നും കൂട്ടുകൂടരുതോ. വിശുദ്ധകരമുയർത്ത് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയണം. ഹല്ലേലൂയ. എന്ത് ചെയ്തു? ദുഷ്പ്രവൃത്തി, ആമേൻ, അവൻ എന്ത് ചെയ്തു? ദുഷ്പ്രവൃത്തിക്കാരനായിരുന്നു. വായിക്കാൻ അവൻ തർശീശിലേക്ക് ഓടിക്കുവാൻ ഒരു കപ്പലുണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു. പാർട്ണർഷിപ്പ് ചെയ്തു. ഒരു കപ്പൽ ഉണ്ടാക്കാൻ അവനും അവന്റെ സമ്പത്ത് ഷെയർ ചെയ്തു. ദൈവമില്ലാത്തവന്റെ കൂടെ നിന്റെ പാർട്ണർഷിപ്പ് കൊള്ളത്തില്ല. ദൈവമില്ലാത്തവന്റെ കൂടെ നിന്റെ ധനം ചെലവഴിക്കാൻ ആഗ്രഹിക്കരുത്. അവന്റെ കൂടെ പാർട്ണർഷിപ്പ് ചെയ്തു, അവന്റെ ധനം കൂടെ അതിന് ഉപയോഗിച്ചു. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ എസ്യോൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ ഉണ്ടാക്കി. എന്നാൽ മാരേശക്കാരനായ ദോദാവയുടെ മകൻ എലിയേസർ യഹോശാഫാത്തിന് വിരോധമായി പ്രവചിച്ചു, നീ അഹസ്യാവോട് സഖ്യത ചെയ്തതുകൊണ്ട്, എടാ മോനെ, നീ അഹസ്യാവിനോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. കപ്പലുകൾ തർശീശിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി. നോക്കിക്കേ, ദൈവമില്ലാത്ത കാര്യങ്ങൾ ചെയ്തത് നിമിത്തം അവന്റെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി, അവന്റെ ധനം നഷ്ടമായി, അവന്റെ കപ്പലുകൾ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്താ ഞാൻ പറഞ്ഞോടുന്നത്? യഹോവ വീട് പണിയാതിരുന്നാൽ, ദൈവമില്ലാതെ ഏത് പ്രവൃത്തി നീ ചെയ്താലും, ദൈവാലോചനയില്ലാതെ ഏത് പ്രവൃത്തി ചെയ്താലും അതൊന്നും നിലനിൽക്കത്തില്ല. ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ രക്ഷയോട് അങ്ങനെ. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ അവൻ ചെയ്യും. പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ദൈവം പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു.
നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ചു കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. എല്ലാം വ്യർത്ഥമാണ്. തന്റെ പ്രിയനോ എന്നാൽ തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ തമ്പുരാനത് ഉറക്കത്തിൽ കൊണ്ടുകൊടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭർത്താവിന്റെ പ്രിയനല്ല, അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മോളല്ല, അപ്പച്ചന്റെ പ്രിയപ്പെട്ട മോനുമല്ല. ദൈവത്തിന്റെ പ്രിയനാണോ ചോദിച്ച ഉറക്കത്തിൽ തരാൻ പോകുന്നവരാ. അപ്പ നമ്മളോർത്ത് ഭർത്താവിന്റെ പ്രിയനാണെന്ന്. ഭാര്യയുടെ പ്രിയയുടെ കാര്യമല്ല ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും നിനക്കൊന്നും നേട്ടമുണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ എഴുതിക്കുന്നത് ദൈവത്തിന്റെ പ്രിയനായിരുന്നാൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചില നന്മ ചെയ്യുവാൻ എന്റെ ദൈവം ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെ കരങ്ങളെ തട്ട് ദൈവത്തിന് സ്തോത്രം പറയണം. ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രിയനായി തീർന്നാൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രിയനായി ജീവിച്ചാൽ, ദൈവത്തിന്റെ പ്രിയ വൈകലായി തീർന്നാൽ, നീ അറിയാത്ത ചില മണ്ഡലങ്ങളെ നിനക്ക് വേണ്ടി തുറന്നു തരുവാൻ എന്റെ ദൈവം ശക്തനോ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിനോ ശക്തിയുടെ കരകളെ അടിച്ചു എന്റെ ദൈവത്തിനോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുക. തന്റെ പ്രിയനോ ആമേൻ. അവന് ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നീ ഉറങ്ങിയിരിക്കുമ്പോൾ തരുമെന്നല്ല, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ വീട്ടിൽ കൊണ്ട തരുവാൻ എന്റെ ദൈവം ശാഖതനാ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാകുന്നു? എന്ന് പറഞ്ഞ ദൈവാനുഗ്രഹത്തിന്റെ വിടുതലിനകത്ത് വ്യാപരിക്കാൻ പോകുക. നീ പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽ തുറക്കാൻ പോകുക. നീ പ്രതീക്ഷിക്കാത്ത ചില അനുഗ്രഹങ്ങൾ ഈ മാസം നിനക്ക് വേണ്ടി തുറന്ന് ദൈവത്തിനെ അനുഗ്രഹിക്കുന്ന മാസമാക്കി ദൈവം മാറ്റാൻ പോകുക. ആത്മാവിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു പകലാക്കി ഇന്ന് പകൽ ദൈവത്തിനെ തീർക്കാൻ പോകുക. വിശ്വാസമുണ്ടോ? ഇന്ന് പകൽ അത്ഭുതം ചെയ്യാൻ പോവാ. എന്റെ കൈകൊണ്ട് ദൈവത്തെ വിശ്വാസമുണ്ടോ? ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവാ. പൗലോസിന്റെ ഭാഷയിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പൗലോസ് പറയുന്ന ഭാഷ എന്താണെന്നറിയാമോ? എന്റെ പ്രിയപ്പെട്ട മക്കളെ, അവിടെ എഴുതിക്കുന്ന വാക്യം ഇങ്ങനെ എഫെസ്യർ 5:1 പൗലോസ് പറയുക, എന്താ മക്കളെ എഴുതിയിരിക്കുന്നേ? ആമേൻ. ആകയാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ദൈവത്തിന്റെ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. എന്താ ചോദിച്ച പ്രിയ മക്കളാണോ ചോദിച്ചേ? അനുഗ്രഹം കിട്ടാൻ പോവാന്ന് പറയാം. അനുഗ്രഹം കിട്ടാൻ പോവാ, ഉറക്കത്തിൽ തരാൻ പോവാ. ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ നിന്റെ കഷ്ടതയ്ക്ക് അത് ദൈവം തരാൻ പോവാ. നിന്റെ പ്രശ്നത്തിൽ അത് ദൈവം ഇറങ്ങാൻ പോവാ. ഒന്നുമില്ല, നീ അവന്റെ പ്രിയ മകളാണ്. നിന്റെ മകളെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. എത്ര പേർക്ക് ഇന്ന് മകളെ ഉറപ്പുണ്ട്? നീ അമ്മയെ സ്തോത്ര ശൂന്യത കണ്ട് മടങ്ങി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ വെറുതെ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ശൂന്യതയോടെ മടങ്ങി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ കരം ഉയർത്തി ദൈവത്തിന് ശക്തിയോടെ സ്വന്തം ഇല്ലെങ്കിൽ പ്രിയ മക്കളാൽ ഇപ്പോൾ ഒരു അനുവാദം ദൈവം തരാൻ പോകും. കൈകൊടുത്ത് പറഞ്ഞ ദാനിയേലാണ്. അടുത്ത കൈ കൊടുത്ത് പറഞ്ഞ ഉപാസന വരണമെന്നുള്ള ദാനിയേലിനെ പോലെ നീ ഉപാസന നിന്നെയുള്ള കാണുന്നതാണ്. ഡിസംബർ ഉപാസന കൊണ്ടുപോവാ. ദാനിയേലായാൽ കിട്ടുന്നതിന്റെ വയറ്റിലോട്ട് നിൽക്കുന്ന പരിപാടിയല്ല. അവന് ദാനിയേലിനെ ദൈവം പൊസിഷപ്പെടുത്ത മറ്റുള്ളവർക്ക് കുറെ ജോലി മേടിച്ചു കൊടുത്തു. അവന്റെ പേരാ ദാനിയേല്. ചന്ദ്രകമേശക്കൻ അവരുടെ ഒരു ജോലി മേടിച്ചു കൊടുത്ത ദാനിയേല. ചോദിച്ചത് ആർക്കെങ്കിലും ഗുണം ചെയ്തോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ മാസം ആർക്കെങ്കിലും ഗുണം ചെയ്തോ എന്ന് ചോദിച്ചത് ആർക്കെങ്കിലും ഗുണം ചെയ്തോ എന്ന് ചെയ്തു. അവനെ നോക്കി തമ്പുരാൻ വിളിക്കുന്ന ഒരു പേരുണ്ട്. എനിക്ക് ഇഷ്ടമായിരുന്നു രാവിലെ വായിച്ചപ്പോൾ. അവനെനിക്ക് പ്രിയനായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ആ വാക്യം എഴുതിയേക്കുന്നത്. വായിച്ചപ്പോളെ 9-ാം അധ്യായം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. നീ ഏറ്റവും പ്രിയനാകയാൽ, നീ എനിക്ക് ഏറ്റവും പ്രിയനാകയാൽ, നിന്റെ യാചനകളുടെ നിന്റെ ശബ്ദത്തെ
ശബ്ദത്തിന് എനിക്ക് ഒതുങ്ങിക്കൂടിയിരിക്കാൻ കഴിയത്തില്ല. നിന്റെ ശബ്ദത്തിന് ഞാൻ മറുപടിയായി ഇറങ്ങി വരുന്ന ദൈവമാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ മറ്റ് വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയണം. ദാനിയേലിന്റെ പ്രത്യേകത, എന്റെ വീടിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് വീട്ടിൽ ഇരിക്കുന്നവനല്ല, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. കൈകൊടുത്തോളം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. എനിക്കും എൻ്റെ പിള്ളേർക്ക് അപ്പം തരണമേ, എനിക്കും എൻ്റെ പിള്ളേർക്ക് ഉടുപ്പ് തരണമേ, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞ് ഒരുങ്ങി കൂടിയിരിക്കുന്നവനല്ല ദാനിയേൽ. അത് ദാനിയേലിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. പിന്നെ ദാനിയേൽ ഒരു ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്ത ഉറച്ച തീരുമാനം, കൊടുക്കാനായാലും വിശുദ്ധിക്കായാലും എടുത്ത തീരുമാനം ഉറക്കുന്ന തീരുമാനമാണ്. നമ്മുടെ ആസിഡ് മുഴുവനും കൂടെ ഉറക്കാത്ത തീരുമാനമാണ് ഇവിടെ ഇരിക്കുന്നത്. മുഴുവൻ ആസിഡ് ഒഴിച്ചാലും പറയാത്ത എന്താണെന്നറിയാം, പാലിന്റെ കട്ടിക്കുറവല്ല, മരത്തിന്റെ കുഴപ്പമാണ്. കൈ കൊടുത്ത് ഉറച്ചു തീരുമാനത്തോടെ പോകാതെ ഗ്ലോറി 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 പോയി കുഴപ്പമില്ല. എനിക്കൊന്നും ഒരു വിഷയമല്ല. ഇന്ന് പകൽ നീ ഒരു നല്ല ദാനിയേലായി മാറിയാൽ, ഒരു നല്ല ദാനിയേലായി തീർന്നാൽ നിന്റെ മറുപടിയുടെ നിന്റെ യാചനയുടെ ശബ്ദം ഒതുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഇരിക്കുന്ന ഇടത്ത് ഗബ്രിയേൽ ദൂതനെ അയച്ച് നിനക്കുള്ള മറുപടി തരുവാൻ എന്താ ദൈവം ശക്തന. ഇന്ന് പകൽ ചില മറുപടിയുടെ ദിവസമാക്കിയ സ്വർഗത്തിലെ ദൈവം ഈ പുതുമാസത്തിൽ ദൈവത്തിനെ അനുഗ്രഹിക്കാൻ പോകുക. എത്ര പേർക്ക് പകൽക്കാലം വിശ്വാസമുണ്ടോ? വിശ്വസിക്കുന്നവരുടെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇന്ന് പകൽ നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിനെ ചലിക്കാൻ പോകുക. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അവനിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ല. നാട്ടുകാരെല്ലാം കൂടെ കിഴിച്ചു പിടിച്ചും എല്ലാം നോക്കി, പക്ഷെ അവനിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ല. ചോദിച്ചേ, നല്ല കുറ്റമില്ല നിന്നെ കണ്ടെത്തുമെന്ന് ചോദിച്ചേ. വീട്ടിലോട്ട് വന്നാൽ അമ്മായിയമ്മയോട് ചോദിക്കണം നിന്റെ കുറ്റം അറിയണമെങ്കിൽ, അയലോകത്തെ ചിന്നയോട് ചോദിക്കണം നിന്റെ കുറ്റം അറിയണമെങ്കിൽ. അവനിൽ ഒരു കുറ്റവും പറഞ്ഞാട്ടെ, അവനിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ല. പറയുന്ന പകൽ ഒരു കുറ്റവും കണ്ടെത്തല്ലേ എന്ന് പറയുന്ന പകൽ നിന്നിൽ ഒരു കുറ്റവും കാണാതിരിക്കട്ടെ. ഇന്ന് പകൽ അവനെ ആ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയാ. നിനക്ക് ഇന്ന് പകൽ ദൈവം ചിലത് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇതൂന്ന് പറയുന്നു. ഇന്ന് പകൽ ഞാൻ ഇതൂന്ന് പറയുന്നതിന്റെ അർത്ഥം ചില നന്മകൾ നിന്റെ ഭവനത്തിൽ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോകുക. ചില ഉയർച്ചകൾ നിന്റെ കൂടെ വരാൻ പോകുക. ഇന്ന് പകൽ നിന്റെ ദാരിദ്ര്യങ്ങൾ മാറാൻ പോകുക, നിന്റെ രോഗങ്ങൾ മാറാൻ പോകുക, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്ന് പകൽ ദൈവം തരാൻ പോകുക. എത്രപേർ ഇവിടെ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾ വന്ന് അക്ഷരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറയുന്നു. നീ എനിക്ക് പ്രിയനാണ്. അത് കഴിഞ്ഞ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാ, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ. വായിച്ചു പറയും 10-ാം അധ്യായം, 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ എന്നോട് 18-ാമത്തെ വാക്യം. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ള ഉള്ളവൻ പിന്നെ വന്നു എന്നെ തൊട്ടു. ഉള്ളവൻ എന്റെ അടുക്കൽ വന്നു തൊട്ടു, ബലപ്പെടുത്തി. അവൻ എന്നെ ബലപ്പെടുത്തി. ഏറ്റവും പ്രിയ പുരുഷ. അവനെ വിളിച്ച വാക്ക് കേട്ടോണേ, ഏറ്റവും പ്രിയ പുരുഷ. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ ടോർച്ചിനകത്ത് പുട്ടുവെച്ച് തിന്ന ദാനിയേലിനെ അല്ല ഞാൻ പരിചയപ്പെടുത്തുന്നത്. 40 ഉപവാസം ടോർച്ചിനകത്താ പുട്ടുകൊണ്ടു. കാണുമ്പോൾ ടോർച്ചില, ഇരിക്കുന്നത് പുട്ട. അങ്ങനെയുള്ള ദാനിയേൽ അല്ലത്. അങ്ങനെയുള്ള ദാനിയേൽ അല്ലത്. അങ്ങനെയുള്ള ഓരോ പാട്ടുകൾ എനിക്കറിയാം, ഓണമാണ്. അങ്ങനൊന്നും പുട്ടു തിന്നുന്ന കൂട്ടുകാരനല്ല ദാനിയേൽ. അവനെ ബലപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. മനുഷ്യ സാദൃശ്യത്തിലുള്ള യേശു അവന്റെ അടുക്കൽ ഇറങ്ങി വന്നു. നിന്നെ ഞാൻ ബലപ്പെടുത്താൻ പോകുക. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞത് മനസ്സിലായി? ചേർന്ന ദൈവത്തിന്റെ സ്തോത്രം പറയണം. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന്റെ പ്രിയാണെന്ന് ഇന്ന് പകൽ നിനക്ക് ഉറപ്പുണ്ട്.
ഉണ്ടെങ്കിൽ ഈ മാസം നവംബർ മാസം നിന്റെ ഭവനത്തിന് അകത്തണെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിന്റെ ഭവനത്തിൽ ദൈവം തരാൻ പോകുക. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഉറപ്പ് വരുത്താൻ കഴിയുന്നുണ്ട്? ഉറപ്പ് വരുത്തുന്ന ദൈവത്തിലെ ഇന്ന് പകൽ ചില അനുഗ്രഹങ്ങൾ ഇന്ന് പകൽക്കാലം നിന്റെ കൂടെ വരാൻ പോകുക. എനിക്ക് നന്നായി അറിയാം, ഇന്ന് പകൽ ദൈവം ചിലതിവിടെ ചെയ്യുവാൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളിൽ നിന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ പോകുക. ഇന്ന് പകൽ നീ അറിയാത്ത ചില മണ്ഡലങ്ങൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഒരുപാട് പുസ്തകം എടുത്ത് പഠിക്കുമ്പോ അന്ന് ജനിക്കുന്ന ആൺ തലമുറകളെ എല്ലാം നൈൽ നദിയിൽ കൊണ്ട് നശിപ്പിച്ചു കളയണമെന്ന ഫറവോനും അവർ ഓടിട്ട് നിൽക്കുമ്പോൾ 3 മാസം മോശക്കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ച മോശയുടെ അമ്മയ്ക്ക് സ്തോത്രം എന്ന് പറഞ്ഞാൽ, നീ കർത്താവിന് വേണ്ടി വല്ലതും ചെയ്താൽ നിന്റെ ആ മലയിലിരിക്കുന്ന ആ ചെറ്റക്കുടിലിനകത്ത് സർക്കാരിന്റെ ശമ്പളം കൊണ്ടുത്തരാൻ ദൈവം ഓരോരുത്തരും വന്ന് വിശ്വസിക്കുന്ന ദൈവമൊക്കെ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ കർത്താവിന് വേണ്ടി ഒരു വാക്കിനെ അനക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നിനക്ക് തന്നിട്ടല്ല. അവൻ കടന്നു പോകുന്ന ദൈവമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് ശക്തിയുടെ ദൈവത്തിന് 3 മാസം മോശക്കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചതായിരിക്കണം. 3 മാസം ഒളിപ്പിച്ചു വെച്ച് ഒരു ഞാങ്ങടപ്പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് മോശക്കുഞ്ഞിനെ കിടത്തി നൈൽ നദിയിൽ കൊണ്ട് വെച്ചു. സ്തോത്രം. വിശ്വാസം പോയിട്ടില്ല. അടുത്ത വാക്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. വേഗം വായിച്ചോട്ടെ. 2-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. വേഗം വായിച്ചോട്ടെ. അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട് ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അന്യക ചെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. ഫറവോന്റെ പുത്രി അവളോട് ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തേണ്ടതിന് ഞാൻ നിനക്ക് ശമ്പളം കൂടെ തരാമെന്ന് പറഞ്ഞു. ഉത്തരവിട്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ കൂടാരത്തിനകത്ത് പാർക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ഉത്തരവ് കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാ. നീ ശത്രുവെന്ന് വിചാരിക്കുന്നവരെ കൊണ്ട് ഇന്ന് പകൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുക എന്റെ ദൈവം ശക്തനാ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ശക്തി നിറഞ്ഞ ഹൃദയത്തോട് 2 കരങ്ങളും അടിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഇന്ന് പകൽ നീ ഭയപ്പെടുന്ന സ്ഥാനത്തുള്ള നിനക്ക് ഉറവയെ ഉത്പാദിപ്പിക്കുക. നീ ഭയപ്പെടുന്ന സ്ഥാനത്തുള്ള നിനക്ക് വഴികളെ തുറക്കുവാൻ, നീ ചിന്തിക്കാത്ത മണ്ഡലത്തുള്ള നിനക്ക് വഴികളെ തുറന്നു തരുവാൻ എന്റെ ദൈവം ശക്തനാ. അതിനാ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്നാണ് നിനക്ക് വഴികളെ തുറക്കുവാൻ എന്റെ ദൈവം ശക്തന. അതുകൊണ്ട് ആ വാക്യം അങ്ങനെ തന്റെ പ്രിയന സ്വർഗത്തിലെ ദൈവം കൊടുക്കാൻ പോവുക. ഈ മാസം ചില അനുഗ്രഹങ്ങളുടെ മാസമായി ദൈവം തീർക്കാൻ പോവുക. നീ പ്രതീക്ഷിക്കാത്ത ചില സ്ഥാനത്തും ചില വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുടെ കരങ്ങളിൽ നടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താക്ക്. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗംഭീര ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വർഗത്തിലെ ദൂതന്മാർ നിനക്ക് വേണ്ടി തുണിഞ്ഞു നോക്കുന്നുണ്ടോ? ഇന്ന് പകൽ നീ നെടുവെടുപ്പെട്ട് ഭാരപ്പെടുന്ന നിന്റെ തലമുറയുടെ വിശ്വത്തിന് അത്ഭുതങ്ങൾ ചെയ്യുക. ഉടമന വൈകരെ രഘുവരെ ഹസന രഘുവരെ in the name of Lord Jesus. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ 3 മാസം ഇന്ന് പകലെ ഭാരപ്പെട്ട വിഷയത്തിനകത്ത് നീ വേദനിച്ച വിഷയത്തിനകത്ത് കഴിഞ്ഞ 3 മാസങ്ങളിൽ നീ ഭാരപ്പെട്ട വിഷയത്തിനകത്ത് കഴിഞ്ഞ മാസം നീ വേദനിച്ച വിഷയത്തിനകത്ത് നിനക്ക് വേണ്ടി വചന ചെയ്യുക. എന്റെ ദൈവം ഇന്ന് പകൽ ഇറങ്ങി വരിക. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപാരം ചെയ്യുക. ദൈവശക്തി വ്യാപരിക്കുക. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക.
ശത്രുവിന്റെ മുന്നിൽ മേശയൊരുക്കുന്ന ദൈവത്തിന്റെ വന്നത് നിനക്ക് വേണ്ടി ഇറങ്ങി വരിക. എന്റെ മകനിൽ പ്രതീക്ഷിക്കാത്ത വാതിലുകളെ തുറന്നു തരിക. എന്റെ ദൈവം ശക്തനല്ല. നിന്റെ ചിന്തയ്ക്ക് അമ്പലത്തിന്റെ വാതിലുകളെ തുറന്നു തരുക. ഹല്ലേലൂയ. നല്ല ദൈവം പറഞ്ഞു. വളരെ സന്തോഷിപ്പിച്ച വാക്യങ്ങൾ. 430 സംവത്സരം തന്റെ ജനത്തെ അടിമച്ചങ്ങലയ്ക്കകത്തിട്ട് അവരുടെ അധ്വാന ബലത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്ന മിസ്രയീമിന്റെ വീട്ടിനകത്തേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുകാൻ തുടങ്ങി. ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ അധ്വാന ബലത്തെ കാർന്നു തിന്ന ആമേൻ പട്ടണത്തിനകത്തുന്നത് നിനക്കുള്ള വഴികളെ തുറക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽ നന്മകൾ വരുന്ന ദിവസമാണ്. എനിക്ക് നന്നായി കാണാൻ കഴിയുന്നു. ഈ മാസം ഒരു ദാരിദ്ര്യത്തിന്റെ മാസമല്ല. നവംബർ മാസം ദാരിദ്ര്യത്തിന്റെ മാസമല്ല. നവംബർ മാസം ജനക്കത്തിന്റെ മാസമല്ല. നവംബർ മാസം കത്തലിന്റെ മാസമല്ല. വായിച്ച മക്കൾ ആ വാക്യങ്ങൾ വായിച്ച് 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. വായിച്ചു പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഓരോ പുരുഷൻ താന്താന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരത്തിയോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറക എന്ന് പറഞ്ഞു. യഹോവ മിസ്രയീമ്യർക്ക് തമ്പുരാൻ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി നിന്നോട് കൃപ തോന്നുമാറാക്കി. നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞിട്ട മണ്ഡലങ്ങൾ, നിന്റെ അനുഗ്രഹത്തെ കഴിഞ്ഞ കാലങ്ങളിൽ തട്ടിപ്പറിച്ച ചില ദുഷ്ട അവകാശവാദത്തിന് മേൽ ഇന്ന് മകൾ നിനക്ക് ജയപ്പെടാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഇന്ന് മകൾക്കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ വഴികൾക്കകത്ത് നിന്റെ വഴി അടഞ്ഞുകൊള്ളുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപയുടെ നദി ഒഴുകാൻ പോവുക. ഉടമന വൈഡര് ഇന്ന് മകൾക്കാലം നിന്റെ നന്മയെ വെല്ലുവിളിച്ച്, നിന്റെ അനുഗ്രഹത്തെ വെല്ലുവിളിച്ച്, നിന്റെ ജീവിതത്തെ വെല്ലുവിളിച്ച്, നിന്റെ കൈപ്പിന്റെ അവസ്ഥയ്ക്കകത്താക്ക്, നിന്റെ ഭവനത്തെ കൈപ്പിന്റെ അവസ്ഥയ്ക്കകത്താക്ക് നിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ചില ദുഷ്ടശക്തികളെ ഇന്ന് പകൽ നിന്റെ നടുവിൽ നിന്ന് അറിയപ്പെടാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമേ, എന്റെ കരങ്ങളെ വടിച്ച് എന്റെ ദൈവത്തിനെ നിന്റെ അധ്വാനത്തെ കാത്തുകൊണ്ടിരുന്ന, നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, നിന്റെ കൈപ്പിന്റെ അവസ്ഥയ്ക്കകത്ത് തള്ളിയിരുന്നു. നെരിക്കത്തിനകത്ത്, നെടുവത്തിനകത്ത് നിന്നെ തള്ളിക്കളഞ്ഞു. അവിടെ നിന്ന് വരാതെ സ്തോത്രം വാദിച്ചിരുന്ന ഒരു പരമശക്തന് ഇന്ന് മകൾ ആത്മാവിന്റെ ശക്തന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൾ അറിയപ്പെടുക. ശക്തമായി ചലിച്ചിരുന്നു. ഇന്ന് ചില കെട്ടുകൾ കൊണ്ടിരുന്നു. നാളുകളായി അവരുടെ നന്മ കിട്ടില്ലേ, ലോകത്തിന്റെ പോരാളിയില്ലേ, ശരീരത്തെ പീഡിപ്പിച്ചില്ലേ, ശരീരം തകർന്നില്ലേ, നിന്റെ അസ്ഥികളെ തകർത്താൻ നോക്കിയില്ലേ. ശക്തി വ്യാപാരം ചെയ്യുന്നില്ല. ആത്മാവിന്റെ മന്ദിരം പുറപ്പെട്ടു കഴിഞ്ഞു. ആത്മാവിന്റെ മന്ദിരം പുറപ്പെട്ടു കഴിഞ്ഞു. നാളുകളായി കെട്ടപ്പെട്ടു കിടക്കുന്ന ചില കുടുംബത്തിന്റെ കെട്ടുകൾ ഇന്നലെ അറിയുക. നാളുകളായി കെട്ടപ്പെട്ടു കിടക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്നലെ ചലിക്കാൻ തുടങ്ങുക. ആത്മാവിന്റെ അഗ്നി ഇറങ്ങി തുടങ്ങട്ടെ. ആത്മാവിന്റെ അഗ്നി ഇറങ്ങി തുടങ്ങുന്നു. എനിക്ക് നന്നായി കാണാൻ കഴിയുന്നു. നാളുകളായി നിങ്ങൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന നിലവിളിയുടെ മറുപടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കരച്ചിലിന്റെ മറുപടി ഭവനത്തിന്റെ ഇടത്തുള്ളത് കിടക്കുന്ന നിലനിൽക്കുന്ന നിന്റെ നിലനിൽക്കുന്ന മറുപടി ഇതാ ഇന്നത് നിലനിലെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്നത് ഇറങ്ങി വരിക. ഇതോ അവൻ ഇറങ്ങി വരിക. ഇതോ അവൻ ഇറങ്ങി വരിക. സ്തോത്രം 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 സ്തോത്രം. Praise the Lord. Praise the Lord. Praise the Lord. വെറും കൈയായിട്ടല്ല ദൈവം അവരെ പുറപ്പെടുക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ വേട്ടയാടിയ ആ വൻ ശക്തിയുടെ നടുവിൽ
നിനക്ക് ജയം തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഒന്നുകൂടെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. സഹോദരന്മാരെ മുഴുവനും ഈശായി മുമ്പിൽ നിർത്തുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. സമൂഹ പ്രവാചകന്റെ അഭിഷേക കൊമ്പിന് തൈലം വീഴുവാൻ സഹോദരന്മാരെ മുഴുവൻ നിർത്തുമ്പോൾ ഒരുവനെ ദൈവം മാറ്റി നിർത്തി. അവന്റെ പേരാണ് ദാവീദ്. ചെറുതിന് സ്തോത്രം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ ആഗ്രഹമല്ല നടക്കാൻ പോകുന്നത്, നാട്ടുകാരുടെ പദ്ധതിയല്ല നടക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ കുടുംബത്തിൽ വരാൻ പോകുക. ചുറ്റുപാടിന്റെ ഇഷ്ടമല്ല നടക്കാൻ പോകുന്നത്. ചുറ്റുപാടിന്റെ നാമ സ്തോത്രം അനുഗ്രഹമാണ് നിന്റെ വീട്ടിൽ വരാൻ പോകുന്നത്. ദൈവത്തിന്റെ പദ്ധതി നടക്കാൻ പോകുക. ഓ യേശുവിന്റെ നാമത്തിൽ നിന്റെ കൂടപ്പുറപ്പെന്നുള്ള പദ്ധതിയല്ല, നിന്റെ രക്തബന്ധത്തിന്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതി അറിഞ്ഞവരില്ല. എത്ര പേർക്ക് എന്നോട് ചേർന്നു ഇതുപോലെ ദൈവത്തെ സ്മരിച്ചുകൊണ്ടെന്നു ഇതുപോലെ തള്ളപ്പെട്ട നിന്ന്, ഒറ്റപ്പെട്ട നിന്ന്, തകർക്കപ്പെട്ട നിന്ന്, മാറ്റി നിർത്തിയ നിന്ന്, മാറ്റി നിർത്തിയ നിന്ന്, പരിഹാരിയ നിന്ന്, നിന്നിച്ച നിന്ന്, പരിഹാരിച്ച നിന്ന്. വാക്യമായി ചെയ്യിപ്പിച്ച 16-ാം അധ്യായം 1 ശമൂവേൽ 16-ാം അധ്യായം 22-ാമത്തെ വാക്യം വേഗമായി ചെയ്യും. ദാവീദ് തന്റെ സാമാനം പടക്കോപ്പ് സൂക്ഷിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചുകൊണ്ട് അണിയിൽ ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് കുശലം ചോദിച്ചു. 16-22 വായിക്കുന്നത്. ആകയാൽ ശൗൽ ഇശായിയുടെ അടുക്കൽ ആരെയാ വിടുന്നത്? ശൗൽ ഈശായിയുടെ അടുക്കൽ ആളയച്ചു. മോനെ, എന്റെ അഭിഷക്തനായ മാറ്റി നിർത്തിയ ദാവീദ് എവിടെ എന്ന് ചോദിച്ച് അവന്റെ വീട്ടിൽ ആളയച്ച്. ഞാൻ ഇന്ന് പകൽക്കാലം പറയും, സ്തോത്രം ഹല്ലേലൂയ. ഒരാട്ടിൻ തൊഴുത്തിനകത്ത് വാടക കൂട്ടിൽ കിടന്ന അവനെ കൊട്ടാരത്തിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതുപോലെ ഈ ദിവസങ്ങൾ എനിക്കൊരു കാര്യം അറിയാം. വാടക കെട്ടിടത്തിനകത്ത് ഒതുങ്ങി കിടക്കുന്ന ചില കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റാൻ പോവുക. ചില പുതിയ മണ്ഡലങ്ങള് ആത്മാവിലൂടെ തുറന്നു വരുന്നത് എനിക്ക് നന്നായി കാണുവാൻ കഴിയുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ആ ഘടകളെ അടിച്ചെന്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ അധികത്തോടെ സ്തോത്രം പറ. ഇന്നത്തെ ലോകം നിന്നെ പുറത്താക്കേണ്ടത് നിന്നെ അകത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ മാത്രം ആ ഘടകളെ അടിച്ച ദൈവത്തിന്റെ സ്തോത്രം പറയട്ടെ. ലോകം നിന്നെ ഒറ്റപ്പെടുത്തിയാൽ, ലോകം നിന്നെ ഒറ്റപ്പെടുത്തിയാൽ നീ ഒറ്റപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇടപെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്നു. പരിശുദ്ധമായി ചലിച്ചു തുടങ്ങുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം പറയട്ടെ. എന്തൊരു പദ്ധതിയാണെന്നല്ലേ. ശൗലായി ഇപ്പൊ ആളിനെ അയച്ചിരിക്കുന്നത് ആരെ? ശൗൽ രാജാവാണ്. ശൗൽ രാജാവ് ആളെ അയച്ച. അങ്ങനെ വായിച്ചോട്ടെ. ശൗൽ രാജാവ് ആളെ അയച്ച. ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നത് കൊണ്ട് അവൻ എന്റെ അടുക്കൽ ഇന്ന് മുതൽ താമസിക്കാൻ പോവുകയാ. അവനെ മനുഷ്യൻ ഒറ്റപ്പെടുത്തിയെങ്കിൽ ഞാൻ അവനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ഒറ്റപ്പെട്ട ജീവിതം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ വഴി നിനക്കായി തുറക്കാൻ പോവുകയാ. ദൈവത്തിന്റെ കരം നിനക്കായി ഇറങ്ങി വരാൻ പോവുകയാ. ഭവനത്തിൽ ഇറക്കുന്നത് തള്ളപ്പെട്ട ദൈവങ്ങള്, അഭിഷേകം പ്രാപിച്ച ദൈവങ്ങള്, കൈകൾ കൊണ്ടുവരുന്ന ദൈവങ്ങള്, കൈകൾ കൊണ്ടുവരുന്ന അഭിഷേകം ഇറങ്ങിയ ദൈവങ്ങള്, വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ശക്തിയോടെ ഹല്ലേലൂയ പറയട്ടെ. ഇന്ന് പകലിനെ മാനിക്കുന്ന ദൈവമുണ്ട്. തന്റെ പ്രിയനോ അത് എന്റെ കൈകൊണ്ട് നിന്റെ ദിവസമായി. നിന്റെ ദിവസം ഒരു പക്ഷേ ചോദിച്ചേക്കാം, നിന്റെ പേര് എന്തോ അവൻ പകർന്നാണ്. എന്നാൽ ഇത് ഞാൻ പറയുന്ന കുഞ്ഞ്, ഈ മാസം നിന്റെ മാസമാണ്. ധൈര്യത്തോടെ നീ ഏറ്റെടുത്തു. ഈ മാസം എനിക്ക് ഇരിക്കത്തിന്റെ മാസമല്ല.
ഈ മാസം നിന്റെ ഞെരുക്കത്തിന്റെ മാസമല്ല. ഈ മാസം നിന്റെ രോഗത്തിന്റെ മാസമല്ല. ഈ മാസം നിന്റെ നിന്ദയുടെ മാസമല്ല. ഈ മാസം നിന്റെ പരിഹാസത്തിന്റെ മാസമല്ല. ഈ മാസം നിന്റെ ദൃഷ്ടിയുടെ മാസമല്ല. നാട്ടുകൊണ്ട് സ്തോത്രത്തിന്റെ പല്ലവകൾ പണിത് ഇടമല രംഗത്തിലെ വൈകത നിന്റെ മാനിക്കുന്ന ദൈവം നിർമ്മിക്കുക. എന്റെ ചിന്തയെ ഞാൻ ഈ പറയുന്നത്, ദാവീദിന്റെ സഹോദരന്മാരൊക്കെ പട്ടാളത്തിലുണ്ട്. അവരൊക്കെ ക്യാമ്പിൽ കിടക്കുമ്പം ദാവീദ് കിടക്കുന്ന കൊട്ടാരത്തിലാണ്. ഈ സ്ഥിതി നിന്നെ ദൈവമാക്കാൻ പോകുന്നത് പറഞ്ഞു. ചിരിച്ചോണ്ട് പറ, ഈ സ്ഥിതി ദൈവം നിന്നെ മാറ്റാൻ പോകുന്നു. നിന്റെ സഹോദരന്മാരൊന്നും കിടക്കുന്നിടത്തല്ല നിന്നെ ദൈവം ഇരുത്താൻ കണ്ടിരിക്കുന്നത്. നിന്റെ സഹോദരന്മാർ കിടക്കുന്നിടത്തല്ല ദൈവം നിന്നെ മാറിക്കാൻ പോകുന്നത്. അതിനെക്കാട്ടിൽ വ്യത്യസ്തമായ ഒരു സ്ഥലത്തിരുത്തി നിന്നെ ആദരിക്കുവാൻ എന്റെ ദൈവം ഇന്ന് പകൽ ഇറങ്ങി വരിക. എന്റെ വിശ്വാസം കൊണ്ട് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലമായി പ്രവൃത്തി ആരംഭിച്ചു തുടങ്ങിയിരിക്കുക. ഇന്ന് പകൽക്കാലം മുതൽ നവംബർ മാസം നിങ്ങൾ ജീവിതത്തിൽ ഇറച്ചെടുക്കുക. ഇന്ന് പകൽ സഹോദരന്മാരുടെ നടുവിൽ ദൈവത്തിനെ മാനിക്കുന്ന ദിവസങ്ങളൊക്കെ ദൈവം മാറ്റാൻ പോകുക. കരങ്ങളെ വീശി ദൈവത്തിനൊരു ഹല്ലേലൂയ പറയട്ടെ. നമുക്കറിയാം, വേദപുസ്തകത്തിൽ നമുക്കറിയാം, എസ്തറിന്റെ ചരിത്രമെടുത്ത് പഠിച്ചാൽ അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എസ്തറിന്റെ പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. സമയം പോകുന്നത് വേഗമാകട്ടെ. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹൈലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട് എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി. നോക്കിക്കേ, ആമേൻ. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയുടെ മേൽ അനുഗ്രഹം വരാൻ പോകുക. ചേർന്ന ദൈവത്തിന്റെ സ്തോത്രം പറ. ഇതുപോലെ മത്സരിക്കുന്നവനെ നല്ലടിയിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയുടെ മേൽ അനുഗ്രഹം വരാൻ പോകുക. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വരാൻ പോകുക. എത്രപേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ വലിയത്തോടെ സ്തോത്രം. പ്രാർത്ഥിക്കാൻ ഒരു അപ്പനും അമ്മയും ദൈവം നിനക്ക് തന്നെങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്കകത്താ നീ ഇരിക്കുന്നെങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്കകത്താ നീ ആരാധിക്കാൻ വന്നെങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്കകത്താ നീ ഇരിക്കുന്ന നിന്റെ തലമുറ പറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമേ, വിശുദ്ധകരമായ ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ചിന്ത, എസ്തേർ ജനിച്ചപ്പോൾ അവൻ അവരുടെ അമ്മയപ്പന്മാരെ കുറിച്ച് അവിടെ എഴുതിയിട്ടില്ല. നാട്ടുകാരെല്ലാം പറഞ്ഞതാണ് ഇവൻ അമ്മയുമില്ല അപ്പനുമില്ല, ആരുമില്ലാത്തവളായി ഇങ്ങനെ വഴിയിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി നടക്കുമെന്ന് ലോകം വിചാരിച്ചു. പക്ഷേ ലോകത്തിന്റെ വിധികളെ മാറ്റി എഴുതുവാൻ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നിട്ട് ഇന്ന് പകൽ നിന്റെ സ്ഥിതികളെ കാണുന്ന ഒരു ദൈവം, നിന്നെ കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർക്ക് പറയുന്ന ഭാഷ മനസ്സിലായി? ഇന്ന് പകൽ നിന്റെ സ്ഥിതിയെ കുറിച്ച് ലോകം എന്തും വിധി വഴി എഴുതിക്കട്ടെ. ഇന്ന് പകൽ നിന്റെ പരിസ്ഥിതിയെ കുറിച്ച് ലോകം എന്തും വിധി എഴുതി വെക്കട്ടെ. നിന്റെ തലമുറയുടെ വിവാഹം നടക്കത്തില്ലെന്ന് ലോകം വിധി എഴുതട്ടെ. നിന്റെ തലമുറ നന്നാകത്തില്ലെന്ന് ലോകം വിധി എഴുതട്ടെ. നിന്റെ ഭർത്താവ് നന്നാകത്തില്ലെന്ന് ലോകം വിധി എഴുതട്ടെ. ആ വിധികളെ മാറ്റി തിരുത്തുവാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ബൈബിൾ പറയുന്നു, ലോകം അവളെ നോക്കി കാണുന്ന എന്തുമായിരിക്കട്ടെ, എനിക്കത് വിഷയമല്ല. ലോകം നിന്നെ ഏത് കണ്ണിൽ നോക്കിയാലും നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എസ്തേറിനെ കുറിച്ച് ലോകം എന്തെല്ലാം ചിന്തിച്ചു കാണും, വളർന്നു വന്നപ്പോൾ എന്തെല്ലാം പറഞ്ഞു കാണും, എന്തെല്ലാം അപവാദം അവളെ കുറിച്ച് പറഞ്ഞു കാണും. പക്ഷെ അതൊന്നും എന്റെ ദൈവത്തിന് വിഷയമല്ല. ദൈവമാ നിന്നെ മെനയതെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയിലാണ് നീ ജനിച്ചിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്കകത്ത് നീ വന്ന് ബുദ്ധിമുട്ടുമെങ്കിൽ നീ പരാജയത്തിന്റെ ദിവസമായി അവസാനിക്കത്തില്ല. ഇത് ആത്മാക്കളുടെ കൂട ഏറ്റെടുത്ത് ദൈവത്തിന്റെ സ്തോത്രം പറയട്ടെ. ശക്തിയോടെ പറയട്ടെ. ഇന്നലെ 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്,
സമയം പോകുന്നു, വേഗമാകട്ടെ. രാജാവ് എസ്തേറിനെ ആമേൻ. നാട്ടുകാര് മാത്രമല്ല, രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളിലും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും ആമേൻ. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് എസ്തേറിനോട് തോന്നി. അവൻ രാജാവ് തന്റെ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു. ആമേൻ. അവളുടെ തലയിൽ വെച്ചു. അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹം നിന്റെ തലമുറയുടെ മേൽ ദൈവം കൈമാറ്റം ചെയ്യാൻ പോകുക. നീ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ നിന്റെ മക്കളുടെ മേൽ ദൈവം തരാൻ പോകുക. ന്യൂലൈഫിലെ കുടുംബങ്ങൾ കടത്ത് ദൈവം തരാൻ പോകുക. എത്ര വിശ്വസിക്കുന്നു ദൈവത്തെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. പട്ടണത്തിൽ ഒറ്റപ്പെടുമെന്നല്ല, രാജ്യത്തിൽ ഒറ്റപ്പെടുമെന്നല്ല, സഹോദരന്മാരുടെ നടുവിൽ ഒറ്റപ്പെടുമെന്നല്ല, മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടുമെന്നല്ല, മറ്റുള്ളവന്റെ മുമ്പിൽ നിൽക്കുമെന്നല്ല. ഇന്ന് പകൽ ദൈവത്തിനെ മാനിക്കുന്ന നിമിഷങ്ങളെ തന്റെ പ്രിയനോ, വാക്യം, തന്റെ പ്രിയനോ. ഒരിക്കലും എസ്തേർ ചിന്തിച്ചില്ല, ഞാനൊരു രാജ്ഞിയായി ദേശത്തെ ശോഭിക്കുമെന്ന്. ഒന്നോട് അവരുടെ ആത്മാർത്ഥതയോട് പറ. നിന്റെ സ്ഥിതി മാസത്തെയോ മാറ്റാൻ പോകുകയാണ്. നിന്റെ പരിസ്ഥിതിയോ മാറ്റാൻ പോകുകയാണ്. കൈ കൊടുത്ത് ധൈര്യമായി പറ. നിന്റെ പരിസ്ഥിതി മാറ്റാൻ പോകുകയാണ്. നിന്റെ പരിസ്ഥിതിയോ മാറ്റാൻ പോകുകയാണ്. നിനക്കുള്ള നന്മ നിന്റെ വീട്ടിൽ വരാൻ പോകുകയാണ്. നിനക്കുള്ള ഉയർച്ച ദൈവം നിന്റെ വീട് തരാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി മീഖായേൽ ദൈവം അയക്കാൻ പോകുകയാണ്. പാർശ്വരാജ്യത്തിന്റെ ശക്തി നിന്റെ മുമ്പിൽ പരാജയപ്പെടാൻ പോകുകയാണ്. രാജാവായി മാറിയതുപോലെ പ്രധാനങ്ങളിൽ ദൈവത്തിന്റെ മാലിന്യം പോകുക. ഇന്ന് പകൽക്കാലം നിന്റെ പരിസ്ഥിതികൾ മാറാൻ പോകുക. ചർച്ചകളിൽ മാറാൻ പോകുക. വാടകളിൽ മാറാൻ പോകുക. നിന്റെ ശരീരത്തിന്റെ അത്ഭുത രാജസൗഖ്യത്തിലേക്ക് പോകുക. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ പരിസ്ഥിതി ദൈവം മാറ്റാൻ പോകുക. നീ അവന്റെ പ്രിയനാണ്. കണ്ണുകളെ അടച്ച് എൻ്റെ ഒരു ചോദ്യം ഞാൻ ആത്മാർത്ഥതയോടെ നിന്നോട് ചോദിക്കട്ടെ. നിന്റെ മനസ്സാക്ഷിക്കകത്തോ നിനക്കൊരു മറുപടി പറയാമോ? ഞാൻ എൻ്റെ ദൈവത്തിന് പ്രിയനാണ്. നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സാക്ഷിയിൽ നിന്ന് തൻ്റെ പ്രിയനോ അവന് ഉറക്കത്തിൽ കൊടുക്കും. ഇന്ന് പകൽ നിനക്കുള്ളത് തരുക. നിനക്ക് വേണ്ടി കരുതുക. നിന്റെ സ്ഥിതികളെ മാറ്റുക. നിന്റെ പരിസ്ഥിതികളെ മാറ്റുക. സ്വന്തം അപ്പൻ മോൻ മറിയുടെ സ്ഥാനത്ത് ദാവീദ് നിന്നെ ഉയർത്തുക. എന്റെ ആളുകളെ പാലിക്കുന്നവന്, എന്റെ ആളുകളെ നോക്കുന്നവന് നിന്നെ മാനിക്കുവാൻ ഞാനുണ്ട്. നിന്നെ മാനിക്കുവാൻ ഞാനുണ്ട്. നിന്നെ ഉയർത്തുവാൻ ഞാനുണ്ട്. നിന്റെ വേണ്ടപ്പെട്ടവർ ഒരുപക്ഷെ നിന്റെ കൂടെ നിന്നില്ലെന്നിരിക്കാം. അവർ നിന്നെ മറന്നുപോയെന്നിരിക്കാം. അവർ നിന്നെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം. നിനക്ക് ഷെയർ തന്നില്ലെന്നിരിക്കാം. എല്ലാവരും തള്ളിക്കളയാത്ത നല്ലൊരു അരുമനാഥന്റെ കരം ഈ മാസം നിന്റെ പരിസ്ഥിതികളെ മാറ്റുമെന്ന് ഞാൻ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് പറഞ്ഞാൽ എന്തൊരു കരങ്ങളും നടിച്ച് അത് ഏറ്റെടുത്ത ദൈവത്തിന്റെ സ്തോത്രം. ഈ മാസത്തിന്റെ പരിസ്ഥിതികൾ മാറാൻ പോകുക. നിന്റെ നിലവാരങ്ങൾ മാറാൻ പോകുക. നിന്റെ ക്ഷീണങ്ങൾ മാറാൻ പോകുക. നിന്റെ രോഗങ്ങൾ മാറുക. വിശ്വാസത്തോടെ കരങ്ങളെ അടിച്ച് ശക്തിയോടെ സ്തോത്രം പറയുക. ഇന്ന് പകൽ നിന്റെ തലമുറയുടെ ശുഭഭാവിനെ കാണാൻ പോകുക. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഒരു നിമിഷം പ്രാർത്ഥിച്ച് വിശ്വസിച്ചാട്ട് അടുത്ത നിമിഷങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതി ഇറങ്ങി വരാൻ പോകുക. അടുത്ത നിമിഷങ്ങളിൽ ദൈവത്തിന്റെ കാര്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുക.
ഒരുപക്ഷെ ലോകം ചോദിക്കും, ഇത്രയും നാൾ നീ പ്രാർത്ഥിക്കാൻ ഇറങ്ങി എന്ത് കിട്ടിയ? അതെ, മൊർദെഖായിയോടും എസ്തറിനോടും അതേ ചോദ്യം തന്നെ ചോദിച്ചു. നീ ഇത്രയും നാളും നീ നിന്റെ തലമുറയൊക്കെ പോയി പ്രാർത്ഥിച്ചല്ലോ, എന്തോ കിട്ടും? മോളെ, ഇന്ന് പകൽ നിന്റെ മറുപടി അടുക്കുകയാണ്. കൂടപ്പറപ്പേ, നിന്റെ മറുപടി അടുക്കുകയാണ്. സഹോദര, നിന്റെ മറുപടി അടുക്കുകയാണ്. സഹോദരി, നിന്റെ മറുപടി അടുക്കുകയാണ്. മാതാവേ, നിന്റെ മറുപടി അടുക്കുകയാണ്. ഒരു വാക്ക് നിന്റെ കാതുകളിൽ കേൾക്കുന്ന ദിവസമാണ്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ദൈവത്തിന്റെ പദ്ധതി ഇറങ്ങി വരിക. തന്റെ പ്രിയനെ ഈ മാസം ഞാൻ 27 ദിവസം ആരും വിശ്വസിക്കും. ഞാനത് വിശ്വസിക്കണം. ഈ മാസം എന്റെ അനുഗ്രഹിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കുന്നത് മാത്രമേ കരങ്ങളെ ഉയർത്തിപ്പിച്ചു. ഞാൻ ഈ സമയത്തുകൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ സ്ഥിതി മാറ്റം യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. എന്റെ സ്ഥിതി ദൈവം മാറ്റുമെന്ന് നിന്റെ വിശുദ്ധ പരമതയെ പിടിച്ച പ്രാർത്ഥിച്ചു. ഇനി ഞാൻ കടക്കാരി എന്നുള്ള പേര് അറിയാതാനല്ല, കടം വാങ്ങിക്കുന്നവരുടെ പറയാനല്ല. ഇനി പലചരക്കടയിൽ നിന്റെ പേരില്ല. ഇവിടെ കടച്ചീട്ടുകൾക്കകത്ത് നിന്റെ പേരില്ലെന്ന് മനസ്സിലായാൽ ആ കരമുയർത്ത ദൈവത്തിന് സ്തോത്രം. നിന്റെ വീട്ടിനകത്ത് മരത്തില്ലെന്ന് വിശ്വസിക്കുന്നവരെ കരമുയർത്ത ദൈവത്തിന് സ്തോത്രം. നല്ലവനായ കർത്താവേ, കഴിഞ്ഞ 3 മാസങ്ങളിൽ എന്റെ ജനം അനുഭവിച്ച ഭാരങ്ങൾ, കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, അതിനൊരു മറുപടിയുള്ള മാസമാണ് ഈ മാസം. എന്റെ കുഞ്ഞുങ്ങളുടെ ഭവനം തീരുവാൻ നിന്റെ ദാസന്മാരാണ് അതിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാ കുടുംബങ്ങൾക്കകത്തും എല്ലാ ഭവനങ്ങൾക്കകത്തും ഞങ്ങളുടെ ആത്മീക സന്തതികൾ പാർക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ ആത്മീക സന്തതികൾ ചെന്നെത്തിരിക്കുന്ന പട്ടണങ്ങളിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിന്റെ ആകാരം വെളിപ്പെടുന്നത് കേൾക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരനുഗ്രഹിക്കുന്നവരായിട്ടാണ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.